കേന്ദ്രത്തിലെ സർവകക്ഷി സംഘത്തിന്റെ വിവാദത്തിൽ വെട്ടിലായി കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിദേശ പര്യടനത്തിൽ കേന്ദ്ര പട്ടികയിൽ ശശി തരൂർ ഒന്നാമത്. എന്നാൽ കോൺഗ്രസ് നൽകിയ പട്ടികയിൽ ശശി തരൂർ ഉണ്ടായിരുന്നില്ല. അതേസമയം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി ശശി തരൂർ രംഗത്തെത്തി. കേന്ദ്ര സർക്കാർ തന്നെ ക്ഷണിച്ചു, താൻ പോകുമെന്നും ശശി തരൂർ പറഞ്ഞു. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിന് പ്രസക്തിയുള്ളൂവെന്നും ശശി തരൂർ പറഞ്ഞു. വിദേശ പര്യടനത്തിൽ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ച പട്ടികയിൽ ശശി തരൂരില്ലെന്ന് ജയറാം രമേശ് വ്യക്തമാക്കിയതോടെയാണ് വിവാദത്തിന് കോൺഗ്രസ് തന്നെ വഴിമരുന്നിട്ടത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് പട്ടിക നൽകിയതെന്നും പട്ടികയിലില്ലാത്ത ശശി തരൂരിന്റെ പേര് വന്നതിൽ ആശ്ചര്യമുണ്ടായെന്നും ജയറാം രമേശ് പ്രതികരിച്ചു. ഇതിനെ പൂർണ്ണമായി തള്ളിയാണ് ശശി തരൂരിന്റെ പ്രതികരണം. കേന്ദ്ര സർക്കാർ തന്നെ ക്ഷണിച്ചുവെന്നും താൻ വിദേശ പര്യടനത്തിൽ പങ്കെടുക്കുമെന്നും ശശി തരൂർ വ്യക്തമാക്കി. അത് കോൺഗ്രസിന്റെ സർക്കാരിന്റെ വെളിയിലായിരിക്കും, എനിക്കറിയില്ല. എന്നെ മന്ത്രി വിളിച്ചു, ഞാനത് ബഹുമതിയെ കണ്ടു. ദേശീയ സേവനത്തിനാണ് അവരാവശ്യപ്പെട്ടത്. അത് എപ്പോഴും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ എൻ്റെ വാക്കും കൊടുത്തു. അതിലാണ് ഞാൻ നിൽക്കുന്നത്. അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു എൻ്റെ പേര്. എന്നെ ഡൽഹിയിലും ക്ഷണിച്ചിട്ടുണ്ട്. ചില സംസാരങ്ങളും ബ്രീഫിംഗും ഒക്കെ ഉണ്ടായിട്ട് അത് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. അത്ര എളുപ്പത്തിൽ തന്നെ അപമാനിക്കാൻ കഴിയില്ലെന്നും പാർട്ടിയും സർക്കാരും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും തരൂർ കൂട്ടിച്ചേർത്തു. പക്ഷേ പാർട്ടി പിന്നെയും സർക്കാരിൻ്റെ ഇടയിലുള്ള വിഷയത്തെക്കുറിച്ച് എനിക്കൊരു പിടുത്തമില്ല, എനിക്കറിയില്ല. അവർ സംസാരിച്ചോട്ടെ. നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിൽ വളരെ പ്രസക്തിയുള്ളൂ. ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മളുടെ ഒരു കടമയും കൂടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. വിവാദങ്ങളിൽ ശശി തരൂർ നിലപാട് വ്യക്തമാക്കിയതോടെ കോൺഗ്രസ് നേതൃത്വം കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. തരൂർ പാർട്ടി നേതൃത്വത്തെ തള്ളിക്കിട്ടിയ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുകയാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.